നമസ്കാരം. പയ്യോളിയുടെ ആധുനിക മത്സ്യമാർക്കറ്റ് 2015 ബഹുമാനപ്പെട്ട തുറമുഖം ഫിഷറീസ് മന്ത്രി ശ്രീ കെ ബാബു അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചു. 2016 ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 16 ശേഷം ഇപ്പം ഏകദേശം ഒരു 2 ആഴ്ചയോളമായി ഇത് അടച്ചിട്ടിരിക്കുകയാണ്. മുൻപ് ഇവിടെ നല്ലൊരു കച്ചവടം ഇല്ലായിരുന്നു, കാരണം ഇതിന്റെ ഉള്ളിലേക്ക് വരാനുള്ള വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വാഹനങ്ങൾ എൻട്രി ചെയ്യാനുള്ളത്. ഇപ്പൊ ഇതിന്റെ താൽക്കാലിക മത്സ്യ മാർക്കറ്റ് നമ്മുടെ പയ്യോളി ഹൈവേ തന്നെയാണ്. ഹൈവേയിൽ, അതായത് ഈ സെമിയൻ ബേക്കറിക്ക് അതിന് തൊട്ടപ്പുറം ഒരു ഓട്ടോ സ്റ്റാൻഡ് അതിന് തൊട്ട സൈഡിലാണ്. നമുക്ക് അവരോട് ആ മത്സ്യത്തൊഴിലാളികളോട് അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ ഒരു മാർക്കറ്റ് ഇങ്ങോട്ടായിട്ട് ഇപ്പൊ എത്രയായി? താൽക്കാലിക മാർക്കറ്റ് മാർക്കറ്റ് ഇപ്പോൾ ഒരാഴ്ച ഇങ്ങോട്ട് മാറി. എത്ര മാസത്തേക്കാണ്? 3 താൽക്കാലികമായിട്ടാണ് ഒരു 3 മാസത്തേക്കാണ് മുനിസിപ്പാലിറ്റി നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അവിടെ ടൈലൊക്കെ മാറ്റിയിട്ട് അപ്പോൾ മറ്റേ നമ്മളെ പഴയ മാർക്കറ്റിൻ്റെ നവീകരണ പ്രവർത്തനമായിട്ടാണ് ഇങ്ങോട്ട് മാറി. എൻ്റെ പേര് പ്രതാപ്. 37 കൊല്ലമായി ഇവിടെ ബിസിനസ് ചെയ്യുന്ന. ഇതുവരെ ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ നിറവേറ്റി തന്നിക്കില്ല ഇവിടുത്തെ ഭരണ സംവിധാനം. മുനിസിപ്പാലിറ്റി അല്ല, ഞങ്ങളവിടെ മാർക്കറ്റിലോട്ടൊരു പെരിയ ഉണ്ടായതിന് നടുക്ക്. ആ പെരിയ കാലാകാലങ്ങൾക്കാണ് ഉണ്ടായതിനും ഓരത് മുട്ടിച്ച് വടക്ക് ഭാഗത്തോട്ട് തരാമെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ അത് പണിയെല്ലാം കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കോംപ്ലക്സ് വരുന്നത് പട്ടേ മുമ്പുള്ള കോംപ്ലക്സ് നടുക്ക് റോഡ് ഒഴിവാക്കിയിട്ടാണ്. ഇത് നടുക്ക് റോഡില്ല. തൊഴിലാളികൾ 34 തൊഴിലാളികളുണ്ട്. 29 തൊഴിലാളികൾക്ക് കാർഡ് കൊടുക്കണമെന്നുള്ളതാണ് കൊടുത്തത്. ഇപ്പൊ താൽക്കാലിക മാർക്കറ്റായി. ഈ താൽക്കാലിക മാർക്കറ്റിൽ ചൂടെടുത്തിട്ട് ഇരിക്കാൻ പറ്റാത്തൊരു ദയനീയ സ്ഥിതിയിലുണ്ടാവും. ഒരു നിർമ്മാണം കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാർക്കറ്റായിട്ട് കാണുന്നുണ്ട് സ്ഥലത്ത്. എന്നുവെച്ചാൽ പൊതുജനങ്ങൾ ന്യായമായ വിലക്ക് തുറ്റി ഇപ്പൊ കുറഞ്ഞ ചെറുപ്പം കൊണ്ട് കച്ചവടമായിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോ ഒരു 40 കൊല്ലത്തെ ഈ അവസ്ഥയിൽ കച്ചവടമായിട്ട് മുന്നോട്ട് പോകും. ഇതുവരെ ഇപ്പൊ കുറഞ്ഞ കാലം എന്ന് വെച്ചാൽ 3, 5, 6 ദിവസമായിട്ട് ആളുകൾ കച്ചവടക്കാരായിട്ട് മുന്നോട്ട് പോകും. ഇതുവരെ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള മാർക്കറ്റിൽ ഒരാൾക്ക് പോകാനോ വരാനോ പറ്റാത്തൊരു അന്തരീക്ഷം ആയതുകൊണ്ട് ആരും മീന് വലിക്കോ കച്ചവടക്കാരും കച്ചവടം ചെയ്യാത്തൊരു കണ്ടീഷൻ. പക്ഷെ ഇവിടെ കച്ചവടം ചെയ്യാനാകുന്നുണ്ട്, പക്ഷെ ചൂടെടുത്തിട്ട് ഇരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. മീന് ന്യായമായ വിലക്കാണ് ഇപ്പം ഇവിടെ വിൽക്കുന്നത്. തിക്കോടി കടപ്പുറം 4000 റുപ്യക്ക് അയില കൊണ്ടുവന്നും 20 കിലോ ഉണ്ടെങ്കിൽ അതിവിടെ വിൽക്കുന്നത് 200 റുപ്യയിലാണ്. പിന്നെ ഒരു കൊട്ട മത്തി ചായ കുടിച്ചാന്ന് വെച്ചാൽ 60 റുപ്യ 70 റുപ്യൊക്കെ അവിടെ ഉണ്ട്. കടുക്ക തിക്കോടി 220 റുപ്യ വിലയുള്ള 200 റുപ്യ വിലയുള്ള സാധനം ഇവിടെ കൊണ്ട് 240 റുപ്യൊക്കെ കിട്ടും. നല്ല തിക്കോടി കടുക്ക. ആധുനിക മത്സ്യ മാർക്കറ്റ് താൽക്കാലികമായി 3 മാസത്തെ കാലത്തേക്കാണ് റിപ്പയറിങ്ങിന് വേണ്ടി അടച്ചിരിക്കുന്നത്. അവർക്ക് ഒരു താൽക്കാലിക മത്സ്യ മാർക്കറ്റ് നമ്മുടെ ടൗണിൽ തന്നെ തൽക്കാലം മുനിസിപ്പാലിറ്റി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 3 മാസം കൊണ്ട് ഈ ബിൽഡിങ്ങിന്റെ പണിയൊക്കെ പൂർത്തീകരിക്കാമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇവിടെ രണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സും ഒരു ഓഡിറ്റോറിയമാണ് വരുന്നത്. തീർച്ചയായും പറയാം, പയ്യോളിക്കൊരു സ്വന്തം നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ടാകുന്നത് സത്യമാണ്. നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം. 3 മാസം കൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഈ ഒരു വെയിൽ നിന്നും എന്തായാലും അവരെ കണ്ടിരിക്കുകയാണ്. കാരണം 10-30ഓളം മത്സ്യത്തൊഴിലാളികൾ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും പണികളൊക്കെ പൂർത്തീകരിച്ച് നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ 3 മാസം കൊണ്ട് കാണാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം.